നമസ്കാരം, ഞാൻ വിനീഷ് രോഹിണി. 5 മിനിറ്റിനുള്ളിൽ 5 ലക്ഷം രൂപ 60 മാസത്തേക്ക് വെറും 11% ഇൻട്രസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? അത് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന RBI അംഗീകാരമുള്ള ഒരു ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്പാണ്. ഇതിന്റെ വിശദാംശങ്ങൾ പോകുന്നതിന് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. RBI അംഗീകാരമുള്ള പുതുപുത്തൻ ലോൺ ആപ്പുകളുടെ വിവരങ്ങൾ അറിയാൻ ഞങ്ങളുടെ ലോൺ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ലോൺ ആപ്പിന്റെ പേര് എന്ന് പറഞ്ഞാൽ ലൈവ് മിന്റ് ആണ്. ലൈവ് മിന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലൈവ് മിന്റ് എന്ന് പറഞ്ഞ ഒരു മാഗസീനാണ്, അതായത് ഒരു ഫൈനാൻഷ്യൽ മാഗസീൻ. ഇവർക്ക് ആൻഡ്രോയിഡ് iOS ആപ്പ് ഒക്കെ ഉണ്ട്. അതുപോലെ ഇവരുടെ വെബ്സൈറ്റിനകത്തൂടെയും നിങ്ങൾക്ക് കൈകാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നേരത്തെ പല കമ്പനികളും ഇതേപോലെ തന്നെ ഫൈനാൻസ് കമ്പനികളൊക്കെ ഇത്തരത്തിൽ ലോൺസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു അഡീഷണൽ സർവീസ് എന്ന രീതിയിൽ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇവരുടെ ആൻഡ്രോയിഡ് iOS ആപ്പ് എന്ന് പറയുന്നത്. സോ ഇവരുടെ ലോണിന്റെ സ്കീമുകളെ കുറിച്ചിട്ട് നമുക്ക് അതിന്റെ ഉൾത്തലങ്ങളിലേക്ക് നമുക്ക് എന്തായാലും പോകാം. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവരുടെ വെബ്സൈറ്റ് ആണ്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഒരു ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ഗെറ്റ് പേഴ്സണൽ ലോൺ അപ് ടു 5 lakh in 5 minutes. ജസ്റ്റ് നിങ്ങളുടെ ഫോൺ നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇൻട്രസ്റ്റ് റേറ്റ് 11%, 100% ഡിജിറ്റൽ പ്രോസസ് ആണ്. ഫ്ലെക്സിബിൾ ടെൻഡർ 60 മാസം വരെ നിങ്ങൾക്ക് കാലാവധി കിട്ടും. ഇവരുടെ ലെൻഡിംഗ് പാർട്ട്നേഴ്സ് ആദിത്യ ബിർള, SMFG ആൻഡ് ഫൈബ് സ്റ്റാഷ് ഫിൻ പോലെയുള്ള കമ്പനികളാണ് ഇവരുടെ ലെൻഡിംഗ് പാർട്ട്നേഴ്സ് ഇവർ കൊടുക്കുന്നത്. ഈ കമ്പനികളൊക്കെ RBI അംഗീകാരമുള്ള കമ്പനികളാണ്. നമുക്ക് നേരത്തെ അറിയുന്ന കമ്പനിയാണ്. 3 സ്റ്റെപ്സ് ആണുള്ളത് ലോൺ കിട്ടാൻ. എൻ്റർ ബേസിക് ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ അടിച്ച് ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കുക. ചൂസ് അപ്ലൈ ലോൺ ഓഫേഴ്സ്, ഒരുപാട് ലോൺ ഓഫേഴ്സ് ഉണ്ട്, അതിൽ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇൻസ്റ്റന്റ് ക്യാഷ് ഇൻ ബാങ്ക്, ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷ് കിട്ടും. ഇതിന് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. 1, 21 വയസ്സ് മുതൽ 65 വയസ്സിനിടയിലുള്ളവരായിരിക്കണം. 2, മിനിമം 15,000 രൂപ സാലറീഡ് വ്യക്തിയായിരിക്കണം. ഇന്ത്യൻ റെസിഡന്റ് ആയിരിക്കണം. വൈ ചൂസസ്? ലൈവ് മിന്റ് എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ വലിയൊരു കമ്പനിയാണ്, വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയാണ് ലൈവ് മിന്റ്. അതേപോലെ തന്നെ യുവർ മണി അവർ എക്സ്പെർട്ടൈസ് ആൻഡ് ബെസ്റ്റ് ലോൺ ഓഫേഴ്സ്, RBI രജിസ്റ്റേർഡ് പാർട്ട്നേഴ്സ് ആൻഡ് 100% ഡിജിറ്റൽ ലോൺസ്, നോ പേപ്പർ വർക്ക് ഓർ കൊളാട്രൽ. അതേപോലെ റേറ്റ്സ് ആൻഡ് ചാർജസ് കൊടുത്തിട്ടെടുക്കുന്നു. ഫൈനാൻസ് എമൗണ്ട് 5,000 മുതൽ 20 ലക്ഷം രൂപ വരെയാണ് കൊടുത്തിട്ടുള്ളത്. 20 ലക്ഷം വരെ നമുക്ക് കിട്ടും. പ്രോസസിംഗ് 1.5 to 5% വരെ പ്രോസസിംഗ് ചാർജ് വരുന്നുണ്ട്. പ്രീ ക്ലോഷർ ചാർജ് 2%. ഔട്ട്സ്റ്റാൻഡിംഗ് പ്രിൻസിപ്പൽ എത്രയാണ് പിന്നെ അടക്കാനുള്ള അത് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാം 2%. ടെന്നർ 6 മാസം മുതൽ 5 വർഷം വരെ. വേണമെങ്കിൽ 1 വർഷം എടുക്കുക, 2 വർഷം എടുക്കുക, 3 വർഷം എടുക്കുക, കൂടുതൽ വർഷം എടുക്കുക. മന്ത്ലി ROE വരുന്നുണ്ട് 0.9 to 3%. ആനുവൽ ആകുമ്പോൾ 10.5 മുതൽ 45 വരെ. ചെക്ക് ബൗൺസ് വരുന്നുണ്ടെങ്കിൽ, അതായത് എല്ലാ മാസവും ഓട്ടോ ഡെബിറ്റ് ആവും ഈ നാച്ച് വഴി. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റ് ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്ന ഫണ്ടയിൽ കീപ്പ് ചെയ്തില്ലെങ്കിൽ 500 രൂപ ബൗൺസ് ചാർജ് വരും. അതേപോലെ ലേറ്റ് പേയ്മെന്റ് ചാർജ് 2% വരും ഓൺ ഓവർ ഡ്യൂ EMI. ഇല്ലുസ്ട്രേറ്റീവ് ആനുവൽ APR കാൽക്കുലേഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വേരിയബിൾ കേസ് 1, കേസ് 2 ഇതിൽ 5 ലക്ഷം രൂപ ഒന്നാമത്തെ കേസിൽ 12 മാസത്തേക്ക്, ഒരു വർഷത്തേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ 10% ഇൻട്രസ്റ്റ് റേറ്റ്. മന്ത്ലി EMI 43,000 വരും. ദെൻ ടോട്ടൽ ഇൻട്രസ്റ്റ് 27,000. പ്രോസസിംഗ് ഫീസ് 7,500. ഇൻഷുറൻസ് കോസ്റ്റ് 1,500. അഡ്മിൻ കോസ്റ്റ് 1,000. ആൻഡ് ടോട്ടൽ ബോറോയിങ് ABCD എന്ന് പറഞ്ഞിട്ട് 37,411 വരും. APR 13.88%. ടോട്ടലി നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് എക്സ്പെൻസ് വരും. കാരണം ഈ അഡ്മിൻ കോസ്റ്റ് ഒക്കെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇൻഷുറൻസ് കോസ്റ്റും ഇത് രണ്ടും ഉൾപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പണിയാവുമല്ലോ, അതുകൊണ്ടാണ്. സോ മിന്റ് ഈസ് എ ലോൺ അഗ്രിഗേറ്റർ ആൻഡ് അതോറൈസ്ഡ് ടു പ്രൊവൈഡ് സർവീസസ് ബിഹാഫ് ഓഫ് ഇറ്റ്സ് പാർട്ട്നേഴ്സ്. ഇവരുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ന്യൂഡൽഹി ബേസ് ചെയ്തിട്ടുള്ള. നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കാം. ഹിന്ദുസ്ഥാൻ ടൈംസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ, വലിയ കമ്പനിയാണ്. 1 മില്യൺ യൂസേഴ്സ് ഉണ്ട് ഡെയിലി. ഇപ്പോൾ ഇവരുടെ ആപ്പിനകത്ത് കയറി കഴിഞ്ഞാൽ ആപ്പ് ഡൗൺലോഡ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഉണ്ട്. ഇതുണ്ടോ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും കയറിയിട്ട് നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതാണ് അവരുടെ ലൈവ് മിന്റ് മണി എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ്. ഇതുവഴിയാണ് അവർ എല്ലാ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പലതരത്തിലുള്ള ക്രെഡിറ്റ് കാർഡും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അവർക്ക് ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. ഇവരുടെ ആൻഡ്രോയിഡ് iOS ആപ്പിന്റെ ഒക്കെ ലിങ്ക് ഉണ്ട്. ഇതാണ് ആപ്പിന്റെ ലിങ്ക്. മിന്റ് മണി എന്നാണ് ഇതിന്റെ പേര്. ക്രെഡിറ്റ് സ്കോർ ലോൺസ് മിന്റ് മണി. 10,000 ആൾക്കാരാണ് ഡൗൺലോഡ് ചെയ്തിട്ട്. ഹിന്ദുസ്ഥാൻ ടൈംസ് മീഡിയ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പേര് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇവരുടെ പാർട്ട്നേഴ്സ്, കോൺടാക്ട് ചെയ്യാനുള്ള നമ്പേഴ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ. ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, ക്രെഡിറ്റ് സ്കോർ അറിയാൻ പറ്റും, ബിസിനസ് ലോണിന്റെ കാര്യങ്ങൾ, പേഴ്സണൽ ലോണിന്റെ കാര്യങ്ങൾ. പേഴ്സണൽ ലോൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ അടിച്ചിട്ട് നമുക്ക് മുന്നോട്ട് നമുക്ക് പോകാനുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയുള്ളത്. പാർട്ട്നേഴ്സിന്റെ കാര്യങ്ങളും ടേംസ് ആൻഡ് കണ്ടീഷൻസും അങ്ങനെയുള്ള ലോൺ എലിജിബിലിറ്റി കാൽക്കുലേറ്ററും അങ്ങനെയുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എലിജിബിൾ ആണോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇൻകം, മന്ത്ലി ഇൻകം, എക്സ്പെൻസ് ആൻഡ് ടെന്നർ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എലിജിബിലിറ്റി ചെക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഈ ആപ്പിന്റെ താഴെ വന്നിട്ട് ഇവിടെ ഫോൺ നമ്പർ അടിച്ചിട്ട് അപ്ലൈ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡയറക്റ്റ് തന്നെ വരുന്നതായിരിക്കും. പിന്നെ ആപ്പിനകത്ത് എത്തിക്കഴിഞ്ഞാൽ 10K ഡൗൺലോഡ് മാത്രമേ ഉള്ളൂ. പുതിയ ആപ്പ് ആയതുകൊണ്ടാണ്.
കുറച്ച് കഴിയുമ്പോൾ കുറേ ആൾക്കാർ വന്നോളൂ. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ആ ലോണുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ആപ്പ് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കോൺടാക്ട് നമ്പറുകൾ നമുക്ക് കിട്ടുള്ളൂ. ഞാൻ ഇതൊരു കോൺടാക്ട് നമ്പർ ഒന്ന് ജസ്റ്റ് നോക്കിയാണ്, കോൺടാക്ട് നമ്പർ കിട്ടിയില്ല. വലിയൊരു കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, സ്വാഭാവികമായിട്ട് അറിയുന്ന കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് പേടിക്കാനോ കാര്യങ്ങളൊന്നുമില്ല. ഫ്രോഡ് കമ്പനി ഒന്നുമല്ല. എല്ലാവരും നോക്കിയിട്ട് തന്നെ ചെയ്യുക. നിങ്ങളതായിട്ടുള്ള രീതിയിൽ വേണമെങ്കിൽ ഉറപ്പ് വരുത്തുക. ഇവർ അഗ്രിഗേറ്റർ വഴിയാണ് ഇപ്പോൾ ലോൺസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നേരിട്ട് ലോൺ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല, എല്ലാ അഗ്രിഗേറ്റർ വഴിയാണ്. അഗ്രിഗേറ്ററിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റാഷ്വിൻ, ഫൈബ്, SM, FG ആൻഡ് ആദിത്യ ബിർള ക്യാപിറ്റൽ, ഇത്രയും കമ്പനികൾ വഴിയാണ് ഇവർ ലോൺസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. എനിവേ ഗൈസ്, നിങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടാവും. ബിസിനസ് ലോൺ നോക്കുന്നവർ, പേഴ്സണൽ ലോൺ നോക്കുന്നവർ, അതേപോലെ ക്രെഡിറ്റ് സ്കോർ, ക്രെഡിറ്റ് കാർഡ് ഒക്കെ നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വാട്സപ്പ് വഴി ഒന്ന് അയച്ചു കൊടുക്കുക. ലിങ്ക് ഇപ്പൊ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്ക് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് തന്നെ ആയിരിക്കും. സുഹൃത്തുക്കളെ, ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ആരെങ്കിലും നിങ്ങൾക്ക് ഇത്ര ലോൺ അപ്രൂവ്ഡ് ആയി എന്ന് പറഞ്ഞ് വാട്സപ്പിലോ കോളായിട്ടോ SMS ആയിട്ടോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ഇഗ്നോർ ചെയ്യുക കേട്ടോ. ഒരുപാട് സ്കാമേഴ്സ് നോർത്ത് ഇന്ത്യയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട്, കംബോഡിയയിലൊക്കെ ഇരുന്നിട്ട് മെസ്സേജ് അയച്ചിട്ട് നമുക്ക് ഇത്ര പാസ്സായി എന്ന് പറഞ്ഞിട്ട് നമ്മളെ വാട്സപ്പിൽ ചാറ്റ് ചെയ്തിട്ട് അവസാനം നമ്മളോട് 1000, 2000, 3000 രൂപയ്ക്ക് ഇതിന്റെ പേരിൽ ഫീസൊക്കെ വാങ്ങിച്ചിട്ട് പറ്റിച്ചിട്ട് പോകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ നല്ല കമ്പനിയാണോ നോക്കുക, RBI അംഗീകാരം ഉണ്ടോ നോക്കുക. അതേപോലെ തന്നെ കമന്റ് കാര്യങ്ങൾ, ആപ്പിലെ കമന്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുക. കോൺടാക്ട് നമ്പർ ഉണ്ടോ നോക്കുക. അതേപോലെ തന്നെ ലോൺ എഗ്രിമെന്റ് കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലോൺ എടുക്കുക. പിന്നെ ലോൺ ആരും അനാവശ്യത്തിന് ലോൺ എടുക്കരുത്. ഈ ഒരു നിവൃത്തി ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക, അല്ലെങ്കിൽ ലോൺ എടുക്കാതിരിക്കുക. ഇതൊരു ട്രാപ്പാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഗവൺമെന്റ് അടക്കം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ലോൺ എടുത്തിട്ടുണ്ട്. തിരിച്ചടക്കാൻ പറഞ്ഞാൽ ഭയങ്കര ട്രാപ്പാണ്. നമുക്ക് ഒരിക്കലും പെട്ടെന്ന് അടച്ചു തീർക്കാനൊന്നും നമുക്ക് സാധിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇനി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ EMI കൃത്യമായിട്ട് അടച്ചാൽ മാത്രമേ നമുക്ക് ഇനി പുതിയൊരു കമ്പനിയിൽ നിന്ന് ലോൺ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ സിബിലും നമ്മുടെ ക്രെഡിറ്റ് എല്ലാം കംപ്ലീറ്റ് സ്കോർ അടക്കം തകർന്നു പോകും. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് എടുക്കുക. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം എടുക്കുക. ലോൺ അടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. എപ്പോഴും ഒരു പാസീവ് ഇൻകം നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. പാസീവ് ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് അടച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എനിക്കറിയാം, നിങ്ങളുടെ ജോലി കൊണ്ടോ ബിസിനസ് കൊണ്ടോ കിട്ടുന്ന പൈസ കൊണ്ടോ എവിടെയും നിങ്ങൾ തികയുന്നില്ല എന്നറിയാം. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇവിടെ ഈ ഒരു കോണ്ടന്റ് കാണാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തായാലും ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട് ലോൺ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതുവരെ ഇൻസ്റ്റന്റ് ലോൺ, പേഴ്സണൽ ലോണൊക്കെ നിങ്ങൾ എടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ഇതുവരെ കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സ്പീരിയൻസ്, അതൊക്കെ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. എല്ലാവർക്കും ഷെയർ ചെയ്യുക. അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ഇത് തന്നെയാണ്. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് എന്തായാലും നാളെ കാണാം. ഇറ്റ്സ് മീ നിഷോണി, സൈനിങ് ഓഫ്. ബൈ.